സോ നമ്മുടെ രശ്മിക മന്ദനയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഗേൾ ഫ്രണ്ടിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളായില്ലേ, എത്ര മാസമായി? കുറച്ച് മാസം. അതെനിക്ക് ആക്ച്വലി ഓർമ്മയുണ്ട്, കുറച്ച് രസമുണ്ടായിരുന്നു. കാരണം ടീസർ കണ്ടപ്പോൾ നമ്മൾ പറയുന്നത് ഇതാണ് പുള്ളിക്കാരിയാണ് പടത്തിലെ മെയിൻ ലീഡ്. പുള്ളിക്കാരത്തേക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് പറയുന്ന ഒരു ടീസർ ആയിരുന്നു. നമ്മളത് കണ്ട ആ സിനിമയുടെ ടീസറാണ്. അതിന് ട്രെയിലർ വന്നിട്ട് നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം എന്താ പരിപാടി എന്ന് അറിയാലോ. കേട്ടെ. യെസ്, സബ് സ്റ്റക്കായി പോയി, സാധനം പോയി, బ్యాటరీ మారడం തോന്നുന്നു റിമോട്ടിൻ്റെ. വന്നു మనం ఒక చిన్న బ్రేక్ తీసుకుందామా? చిన్న అంటే చిన్న కాదు, ഇല്ല സബ്ടൈറ്റിൽ ഇല്ല. ఒక బ్రేక్ లాగా. ബ്രേക്ക് എടുക്കാമെന്നോ? മനസ്സിലായി. കല്യാണം കഴിക്കാമോ? You missed it last night. మ్యూజిక్ ഇഷാം അബ്ദുൽ വഹാബ്, ഇതല്ലേ అసలు ఏముందో ఈ అమ్మాయి. അനു മാനുവൽ ഇവിടെ. Kiss me now. You know how madly I'm in love with you. ఓహో, ఒకవేళ నచ్చక నన్ను నీ లైఫ్లో నుంచి కట్ ఆఫ్ చేయమంటే కట్ చేయడం ఏంటి? నేనే ఈ ప్రపంచం. I cannot explain to you how much I love that girl. నాటేం కాదు. ఎందుకు? నువ్వు విక్రమ్తో ఉన్నప్పుడు హ్యాపీగా ఉన్నావా? విక్రమ్ అయితే ఇలాంటి అమ్మాయి పర్ఫెక్ట్, కానీ వాడు నీకు కరెక్ట్ కాదు. ఇక్కడ నువ్వు ఎలా రియాక్ట్ అవుతున్నావు అనేది చాలా ఇంపార్టెంట్. నాకు తెలుసు short very bad అని. నాకెలా పుట్టిందిరా? തിരിച്ച് പൊളിക്കണല്ലേ. എല്ലാവരും കാരണം അടിച്ച് പൊളിക്കലാണ്. నేను నీతో హ్యాపీగా లేను. One girlfriend and we love each other. പുള്ളിയുടെ അവസ്ഥയാണ് പറയുന്നത്. Hi baby, విరాట్ కోహ్లీ దగ్గర నా అనుష్క అక్కడ ఉంది. രാഹുൽ രവീന്ദ്രൻ പുള്ളി നേരത്തെ കാണിച്ചു ഇടയ്ക്കുണ്ടല്ലോ. As I love you. ടാസ്കിക്കാണ് ആള്. അതെ, അണ്ണൻ ഒരു ടോക്സിക് ലവറാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, നീ തോന്നുന്നു മറ്റേ ഈ ക്യാരക്ടർ ഡ്രാമയെന്ന് തോന്നുന്നു, മറ്റേ പുള്ളിക്കാരത്തിയുടെ അവസ്ഥകളും മെന്റൽ പ്രഷറും. കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ രശ്മിക മന്ദനയ്ക്ക് അഭിനയിക്കാനുള്ളൊരു കുറച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. തൻ്റെ കഴിവുകൾ കാണിക്കാൻ പറ്റിയ ഒരു അവസരം. രശ്മിക അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അതെ, അത്രേ ഉള്ളൂ. അതായത് ഈ ഡാൻസും പരിപാടിക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു നല്ല ക്യാരക്ടർ റോളാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ ഡയറക്ടർ ആക്ച്വലി കൊള്ളാം. പുള്ളി ഇതിനു മുമ്പ് ചെയ്ത പടം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. എൻ്റെ പേര് തംബ്നെയിലിനകത്ത് തന്നെ അവൻ പിടിക്കുന്നു, അവളുടെ ഉറപ്പില്ല. അതുപോലെ ആ പിടുത്തം, അതായത് അണ്ണൻ്റെ കരങ്ങളിൽ പുള്ളിക്കാരി പെട്ടിരിക്കുകയാണ്. അതാണ് ആ പടത്തിലൊരു ഒരു ഷോട്ടിൽ കാണിച്ചത്. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വേരുകൾ കൊണ്ട് ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ നാഷണൽ ക്രഷ്, എക്സ് നാഷണൽ ക്രഷ്. ഗേൾ ഫ്രണ്ട് എന്ന ടൈറ്റിൽ എന്താണത് ഉദ്ദേശിക്കുന്നതൊക്കെയുള്ള സംഭവങ്ങളായിരിക്കാം. അതെ അതെ. അതായത് ഒരു 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 റിലേഷൻഷിപ്പിൽ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ കഥ പോണത് അല്ലേ. അവളുടെ പക്ഷമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതെ അതെ. അത് എഴുതുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എന്താണ് പറയാനുള്ള അത്യാവശ്യം രസമുള്ള ഒരു പടമാവാൻ മെൻ റൈറ്റിംഗ് വുമൺ എന്ന് പറയുന്നിടത്ത് എപ്പോഴും നമുക്കൊരു കാണുമ്പോൾ അറിയാം നല്ല നന്നായിട്ട് എഴുതുന്നവരുണ്ട് അങ്ങനെ. സോ നോക്കട്ടെ, നവംബർ 7 ഉണ്ടായിരുന്നു. പക്ഷേ മറ്റേ ഒരു പക്ഷേ ഐറിഷ് ബാക്ക് പൈപ്പർ അല്ല അതല്ല മറ്റേ മ്യൂസിക് അതുമായിട്ട് നല്ല സാമ്യം തോന്നി. ഐറിഷ് ആ മറ്റേ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വന്നുകൊണ്ടായിരിക്കും. സോ അപ്പം നമുക്ക് നവംബർ 7 സിനിമ റിലീസ്. പടം വരട്ടെ. ഇവിടെയൊക്കെ റിലീസ് ഉണ്ടാവുമോ? ഹിന്ദി, തെലുങ്ക് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഭാഷകളിൽ പടം ഉണ്ടോ എന്നറിയില്ല. സിനിമയുടെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും. എന്താ അല്ല, രശ്മികയുടെ റീച്ച് വെച്ചിട്ട് റീച്ച് അല്ല, ഇപ്പം തെലുങ്ക് ഹിന്ദിയിലും പോവും സംഭവം.
മറ്റുള്ള ലാംഗ്വേജിലേക്ക് ചിലപ്പോൾ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് വീക്ക് എല്ലാം കഴിഞ്ഞിട്ടോ എന്തെങ്കിലും ആയിരിക്കും അവരുടെ തീരുമാനം. കാരണം ഇത് അങ്ങനെ ഒരു പടമല്ലല്ലോ. ഈ വൈഡ് റിലീസിന് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് പടമല്ലേ. ഇവർക്കൊരു ഇനിഷ്യൽ ഓഡിയൻസ് ഉണ്ടാവണമല്ലോ. പക്ഷേ ഈ ലവ് സ്റ്റോറി ബേസ്ഡ് ക്യാരക്ടർ ഡ്രാമാസും ഭയങ്കര കുറവായി. അതുകൊണ്ട് അതും വരുന്നത് തെലുങ്കിൽ നിന്ന്. അതാണ് അതിൻ്റെ വ്യത്യാസം. തെലുങ്കിന് ഈ ജോണറല്ല, ഈ ഫോർമാറ്റ് ഓഫ് പടങ്ങൾ കുറച്ച് കുറവായി. കാരണം ഇങ്ങനെ കുറച്ച് ചുരുക്കി ചെയ്യുന്ന ലവ് സ്റ്റോറീസ് വേറൊരു ലൈൻ ലവ് സ്റ്റോറീസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് മറ്റേ റൊമാൻറ്റിക് കോമഡീസ് ആണ് ഈ ഒരു സ്കെയിലൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ പെൺകുട്ടികളുടെ മനസ്സിലൂടെ എന്തായാലും കടന്നു പോവുക എന്നൊക്കെ വളരെ കുറച്ച് പേരെ അവിടെ ചിന്തിക്കാറുള്ളൂ. സോ അപ്പം നോക്കാം, പടം കാണാനുള്ള അവസരം കിട്ടിയാൽ കാണുന്നതായിരിക്കും.